അരുൺകുമാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവനും ഇതിനെന്താണ് തെളിവ്, ഇതെന്താണ് കാര്യം, ഇത് എന്താണ് ചെയ്യുന്നത്, എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത്? അരുൺകുമാർ പറയുന്നത് ക്രൈംബ്രാഞ്ച് കുറെ പേരെ അറസ്റ്റ് ചെയ്തു, 1.5 കൊല്ലം അകത്ത് കിടന്നു. അതായത് ക്രൈംബ്രാഞ്ചെ പിടിച്ച് അകത്തിട്ടാൽ കുഴപ്പമില്ല, ED കേസ് എടുത്താൽ കുഴപ്പമാണ്. അതെങ്ങനെയാ അരുൺകുമാർ അത് ശരിയാകുക? ഇപ്പോ ഇടത് നിരീക്ഷകൻ പറയുന്നത് ഇത് മുഴുവൻ ആസൂത്രിതമായിട്ടാന്ന് പറഞ്ഞത്. എങ്ങനെ വ്യാജരേഖ വെച്ച് ഞങ്ങളെല്ലാവരും BJP-ക്കാരും കമ്മിറ്റി കൂടി വ്യാജരേഖ വെച്ചിട്ട് ലോൺ എടുത്തു, അതിനുശേഷം ബിനാമിയെ കൊണ്ട് ലോൺ എടുപ്പിച്ചു, അതിനുശേഷം ഇതാണ് വേട്ട സാറേ. ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയല്ലോ. ഞങ്ങൾ പറഞ്ഞത് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി ചില സ്ഥലത്ത് വന്നപ്പോ ക്രൈംബ്രാഞ്ച് നിന്നു. പാവപ്പെട്ട സാധാരണക്കാരിൽ ഈ ബോർഡ് മെമ്പർമാരിലും ഈ പാർട്ടി മെമ്പർമാരിലും ഒതുക്കി നിർത്തിയപ്പോൾ അതിന്റെ അപ്പുറത്തേക്ക് കടന്നപ്പോഴാണ് ഈ പ്രശ്നം. ഈ ഒരു കാര്യം ചോദിക്കട്ടെ, അരുൺകുമാർ ചോദിക്കുന്നത് എന്താണ് തെളിവെന്ന് ചോദിക്കണേ. ഒറ്റ സംശയം, നമ്മൾ വലിയ അങ്ങേയടുത്ത തെളിവെടുത്ത് കോടതിയിൽ കൊണ്ട് പ്രസന്റ് ചെയ്യുന്നില്ലല്ലോ. ഈ സഹകരണ സംഘത്തില് ഡയറക്ട് ബോർഡ് മെമ്പർമാരെ നിയമിക്കുന്നത് ആരാ? അവിടുത്തെ ജോലിക്കാരെ നിയമിക്കുന്നത് ആരാ? പാർട്ടി കമ്മിറ്റിയാണ്. ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടാണ് ഓരോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ സഹകരണ ബാങ്ക് ഉള്ളതാണ് സാർ. അവിടെയൊക്കെ CPM-ന്റെ ആളുകൾക്കും CPM-ന്റെ ലോക്കൽ സെക്രട്ടറിയുടെ ഭാര്യയ്ക്കൊക്കെയാണ് ജോലി. ഞങ്ങളുടെ ഒക്കെ പരിചയത്തിൽപ്പെട്ടവരോ ബന്ധത്തിൽപ്പെട്ടവരോ അപേക്ഷ ഒരു ജോലിയും കിട്ടില്ല. അത് നിങ്ങളാണ് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഈ പാർട്ടിയുമായിട്ടുള്ള ബന്ധം. നിങ്ങൾ ചുമ്മാ ഇരുന്ന് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അവിടെ കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ കംപ്ലൈന്റുമായിട്ട് ഈ പറയുന്ന അമ്പിളിയും മിനിയും വന്നത് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കാണ്. എന്തിനാ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോകുന്നത്? സഹകരണ ഡിപ്പാർട്ട്മെന്റിലേക്കല്ലേ പോകേണ്ടത്? അവരങ്ങോട്ട് പോയില്ലല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത്? നിങ്ങളാണ് ഇത് നിയന്ത്രിക്കുന്നത്, നിങ്ങളാണ് അവരെ നിയമിച്ചത്, നിങ്ങളാണ് ഇതിനെല്ലാം ചരട് വലിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അവരോട് പറഞ്ഞെന്താ, ഈ പറയുന്ന പണം എടുത്ത് 1.5 വർഷമായി ഇത് പറയണോ? 1.5 വർഷമായി ഇത് തന്നെയല്ലേ ആവർത്തിക്കുന്നത്? എത്ര പത്രസമ്മേളനം നടത്തി നിങ്ങളുടെ നേതാവ്? എത്ര പത്രസമ്മേളനം നടത്തി? ഒരു തെളിവിന്റെ ഒരു കണിക ഹാജരാക്കാൻ കഴിഞ്ഞോ? അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉപയോഗിച്ച് സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ നോക്കിയാൽ നിങ്ങൾ ഭരിക്കുന്ന ഞങ്ങൾ ഭരിക്കുന്ന ഭാഗം പോകും, BJP ഭാഗം പോകും. ഈ കേരളത്തിന്റെ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കണം. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ശരിക്കും പറഞ്ഞ സ്റ്റേറ്റ് ബാങ്കുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമമാണ് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധമില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിത് കൊണ്ടില്ലേ? അങ്കമാലിയിൽ നിങ്ങളുടെ ബാങ്ക് പ്രസിഡന്റ് ആത്മഹത്യ ചെയ്തു. എന്താണ് കാരണം? എന്താണ് അവരുടെ നിങ്ങളുടെ പാർട്ടി ആത്മഹത്യ ചെയ്തു? എന്താണ് കാരണം? പറ്റാത്ത മരിച്ചവരുടെ കൃത്യമായി തിരിച്ചു കൊടുക്കുന്നുണ്ട്. 1 രൂപ പോലും നഷ്ടപ്പെടില്ല. സഹകരണ ബാങ്കുകൾ നാട്ടുകാർക്ക് കൊടുക്കാം. നിങ്ങൾ 1 ലക്ഷം അമിത്ഷായുടെ ബാങ്ക്, നൂറുകണക്കിന് ബാങ്കുകൾ കണ്ടു. ജനങ്ങൾക്ക് കട്ടുകൊണ്ടുപോയത് നിങ്ങളുടെ നേതാക്കന്മാർ കട്ടുകൊണ്ടുപോയില്ലേ? AC മൊയ്തീൻ കൊണ്ടുപോയില്ലേ? ഞങ്ങളുടെ BJP-ക്കാരുടെ പണമൊന്നുമല്ല കൂടുതലുള്ളത്, CPM മെമ്പർമാരുടെ പണം ഉള്ളത്. ഇത് മുഴുവൻ കട്ടെടുത്ത് കൊണ്ടുപോയത് നിങ്ങളാരുടെ. എന്നിട്ട് പറയാം ഞങ്ങൾ എവിടെ തിരിച്ചു കൊടുക്കും? നിങ്ങൾ എന്താ ഈ പറഞ്ഞ എന്തിനാ തട്ടിപ്പ് നടത്തണേ? കരുവന്നൂരിൽ തട്ടിപ്പ് നടന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. 3 ഘട്ടങ്ങളായി പണം കണ്ടുകെട്ടിയിട്ടുണ്ട്, നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷേ ഒരു പാർട്ടിയെ പ്രതി ചേർക്കാനുള്ള തെളിവുകൾ ED-യുടെ പക്കലുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.